വാഴ്ത്തപ്പെടട്ടെ. റാന്നി പെരുനാട്ടിലെ മുണ്ടൻമല കാടും മലയും നിറഞ്ഞ ആരും എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാത്ത ഒരു സ്ഥലം. എന്നാൽ ആ മലമുകളിൽ ഒരു യുവ വൈദികൻ ഒരു സ്വപ്നവുമായി എത്തി. ദൈവത്തെ കൂടുതൽ അറിയുന്ന, സഭയുമായി കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു സന്യാസ പ്രസ്ഥാനം സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു. ആ വൈദികനാണ് പിന്നീട് ധന്യനായി ആദരിക്കപ്പെട്ട മാർ ഇവാനിയോസ് പിതാവ്. 1919 ഓഗസ്റ്റ് 15 അദ്ദേഹം അവിടെ ബെനനെ ആശ്രമം സ്ഥാപിച്ചു. അദ്ദേഹത്തോടൊപ്പം കുറച്ച് സഹോദരങ്ങളും അതിന്റെ ഭാഗമായി ചേർന്നു. സൗകര്യങ്ങൾ ഒട്ടുമേയില്ലായിരുന്നു, എന്നാൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. സമ്പത്ത് ഒട്ടുമേ തേടിയില്ല, എന്നാൽ ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയമുണ്ടായിരുന്നു. പ്രശസ്തി ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല, എന്നാൽ എളിമയും ത്യാഗവുമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായി മാറിയത്. കത്തോലിക്ക സഭയുമായി ഐക്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ തീവ്രമായി കൊണ്ടേയിരുന്നു. അതിന്റെ ഭാഗമായി 1930 അദ്ദേഹം കത്തോലിക്ക സഭയുമായി ഐക്യത്തിലെത്തിച്ചേർന്നു. വളരെ സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായെന്ന് കുടുംബത്തിൽ ജീവിച്ചിരുന്നപ്പോഴും പാവങ്ങളോടുള്ള പ്രത്യേക കാരുണ്യം മാർ ഇവാനിയോസ് പിതാവ് പ്രകടിപ്പിച്ചതായി ചരിത്രത്തിൽ വായിക്കാം. പിന്നീട് തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് എന്ന ദൈവ തിരുവചനത്തെ മുറുകെ പിടിച്ചുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മറ്റേതെങ്കിലും തരത്തിലേക്ക് ഈ വ്യക്തിത്വത്തിന് ഉയരാമായിരുന്നു, എന്നാൽ അതൊന്നും വേണ്ട എന്ന് കരുതി മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന്റെ ജീവിതം അതേ സ്വഭാവവും അനുകരിക്കാൻ തീരുമാനിച്ചു. ഈ പുണ്യപിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നിർവചിക്കാം: അദ്ദേഹത്തിന്റെ ജീവിതം മിശിഹ അനുകരണമായിരുന്നു. മിശിഹായെ പൂർണ്ണമായി അനുകരിക്കുക. അതുകൊണ്ടാണ് മിശിഹ അനുകരണ സന്യാസ സമൂഹങ്ങൾ സ്ഥാപിച്ചത്. ആ കാലഘട്ടത്തിൽ MA ബിരുദം നേടി സെറാംപൂരിൽ നല്ല ഉയർന്ന ശമ്പളമുള്ള ജോലി ഉണ്ടായിരുന്നിട്ട് അതെല്ലാം നിസ്സാരമായി കണ്ട് ഉപേക്ഷിച്ച് മുണ്ടൻമലയുടെ മുകളിൽ ഒരു പാണാശ്രമത്തിൽ ജീവിതം സമർപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ പ്രേരണ മറ്റൊന്നുമല്ല, ഈ താഴ്മപ്പെടലാണ്. മുണ്ടൻമലയിൽ നിന്ന് ഒന്നും കയ്യിലെടുക്കാതെ 4 പേരെ കൂട്ടി താഴേക്കിറങ്ങി യാത്ര തിരിച്ചത് അതിന്റെ മറ്റൊരു ഭാഗമാണ്. തിരുവനന്തപുരത്ത് വന്ന് വിമൻസ് കോളേജിനടുത്തുള്ള ഒരു ചെറിയ വാടക വീട്ടിൽ താമസിച്ചതും അതേ മനോഭാവത്തിന്റെ ഫലമാണ്. ഈ മാർഗം നമുക്കും എത്രയോ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപജയം അഹന്തയാണ്. ഇന്ന് കുടുംബ പ്രശ്നങ്ങൾക്കെല്ലാം പലപ്പോഴും നിസ്സാരമായ കാരണങ്ങൾ മതി. ബന്ധങ്ങൾ തകരാൻ ഒരു നിമിഷം മതി. എന്നാൽ ഒരാൾ ഒന്ന് താഴ്ന്നാൽ കുടുംബജീവിതം എത്രയോ അനുഗ്രഹപ്രദമാകും. നമ്മുടെ പുണ്യപിതാവ് കാലങ്ങൾക്ക് മുൻപേ നമുക്ക് വരച്ചു തന്ന ഈ മാതൃക കർത്താവിന്റെ അതേ മാതൃകയാണ്. യഥാർത്ഥ മിശിഹ അനുകരണമാണ്. ആ എളിമ ജീവിതത്തിൽ നമുക്കും ചേർത്ത് പിടിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തിരുസഭ പുൽകിയ നാഥനേ, അണയുന്നു ഞങ്ങൾ നിൻ പാദതാരിൽ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അണയുന്നു